നിലാക്കേറിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മികച്ച വയലിനിസ്റ്റുകളിൽ ഒരാളാണ് ജോഷുവ ബെൽ. ഒരു കൺസേർട്ട് നടത്തുന്നതിന് 1 കോടിയിലധികം രൂപയൊക്കെ നൽകേണ്ട ഒരു കലാകാരനാണ് അദ്ദേഹം. 2007 വാഷിങ്ടണിലെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം 45 മിനിറ്റോളം വയലിൻ വായിച്ചു. ആ സമയം ഏതാണ്ട് 1000ഓളം പേർ അതിലൂടെ കടന്നുപോയി. അതിൽ 27 പേർ സാധാരണ ഒരു തെരുവ് കലാകാരന് കൊടുക്കുന്നത് പോലെ അദ്ദേഹത്തിന് ചില നാണയങ്ങൾ നൽകി. എന്നാൽ അതിലൂടെ കടന്നുപോയ ഒരാൾ മാത്രം ജോഷുവ എന്ന പ്രതിഭയെ തിരിച്ചറിഞ്ഞു. അത്തരത്തിലുള്ള ഒരു പ്രതിഭയെ കേൾക്കാതിരിക്കുന്നത് വലിയ നഷ്ടമാണെന്ന തിരിച്ചറിവോടെ വലിയ തുകകൾ മുടക്കി അദ്ദേഹത്തിൻ്റെ കലാപ്രകടനം ആസ്വദിക്കുന്നവരാണ് അമേരിക്കൻ ജനത. എന്നിട്ടും അത്തരമൊരാൾ ഒരു സാധാരണ തെരുവ് കലാകാരനെ പോലെ വഴിയിൽ വന്ന് നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തൊട്ടടുത്തു വന്ന് അദ്ദേഹം വയലിൻ വായിച്ചിട്ട് അത് ആസ്വദിക്കാൻ അവർക്ക് കഴിയാതെ പോയി. തങ്ങൾ തിരക്കിട്ട് നടന്നുപോയ വഴിയിലിരുന്ന് വയലിൻ വായിച്ചത് ജോഷുവ ബെല്ലായിരുന്നുവെന്ന് പിന്നീടറിഞ്ഞപ്പോൾ അവർക്കെന്ത് തോന്നിയിട്ടുണ്ടാകും? ഒരു സാധാരണ ഇടത്തിൽ അനാകർഷനായി നിന്നതുകൊണ്ട് അതുല്യരായ എത്രയോ പേരെ നാം തിരിച്ചറിയാതെ പോയിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാൻ ഈ കഥ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. യേശുവിൻ്റെ പിറവിയെക്കുറിച്ച് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ കുറേ കൂടി ആഴമുള്ള ചിന്തകളിലേക്ക് പോകാൻ ഈ കഥ നമ്മെ സഹായിക്കും. കാരണം ജോഷുവ ബെൽ എന്ന വിഖ്യാത കലാകാരൻ തെരുവിൽ വന്ന് വയലിൻ വായിച്ചതുപോലെ ദൈവം മനുഷ്യരുടെ നടുവിൽ വന്നു നിന്ന ദിവസമാണല്ലോ ക്രിസ്തുമസ്. ദൈവമെന്ന് കേൾക്കുമ്പോൾ ആകാശത്തെവിടെയോ ആയിരിക്കുന്ന അതിഗംഭീരമായ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പശ്ചാത്തലത്തിൽ പ്രത്യക്ഷനാകുന്നവനെന്നൊക്കെയാണ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ. നമുക്ക് മാത്രമല്ല, പഴയ നിയമകാലത്തിലും ദൈവത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത്തരത്തിൽ പ്രത്യക്ഷനായാൽ മനുഷ്യർ വിസ്മയിക്കുകയും അവിടത്തേക്ക് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അവർ വരച്ച ചിത്രങ്ങളിലേതുപോലുള്ള രൂപത്തിലായിരുന്നില്ല. ദൈവികമായ ഒരലങ്കാരവും അണിയാതെ തീർത്തും സാധാരണക്കാരനായി നിസ്വനായി ദൈവപുത്രൻ എന്നു പറഞ്ഞാൽ അവിശ്വസിക്കാൻ തോന്നിക്കും വിധത്തിലാണ് ദൈവം മനുഷ്യന് മുമ്പിൽ വന്നു നിന്നത്. ദൈവം എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടാനും ഇതാണോ ദൈവം എന്ന് സംശയിക്കാനും തോന്നും വിധത്തിലായിരുന്നു അവൻ്റെ വരവ്. മനുഷ്യൻ്റെ ഒരു തരത്തിലുള്ള ഭാവനയ്ക്കും സങ്കല്പിക്കാനാവാത്ത രീതിയിലായിരുന്നു അവൻ്റെ പ്രത്യക്ഷപ്പെടൽ. എന്നിട്ടും അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞവരുണ്ടായിരുന്നു. ഏറ്റവും സാധാരണക്കാരായ കുറച്ച് ആട്ടിടയർക്കും ജ്ഞാനികളായ കുറച്ച് മനുഷ്യർക്കും അവനെ കണ്ടപ്പോൾ തങ്ങൾ ദൈവത്തെ കണ്ടു എന്ന് തോന്നുകയും അവർ കാഴ്ചവസ്തുക്കൾ അവന് സമർപ്പിച്ച് വണങ്ങുകയും ചെയ്തു. അതിനുശേഷം അവർ അതുവരെ നടന്ന വഴികൾ തന്നെ മാറ്റി നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കൊണ്ട് നിറഞ്ഞുപോയ ഒരു രാജാവും കുറേയധികം പുരോഹിതന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അവൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് അവർക്കവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദൈവപുത്രൻ എന്ന് തിരിച്ചറിയാഞ്ഞതുകൊണ്ട് തൻ്റെ സത്രത്തിൽ സ്ഥലമൊരുക്കാൻ സത്രമുടമയ്ക്കും കഴിഞ്ഞില്ല. ഇത് ക്രിസ്തുമസ് കഥയിലെ ഒരു സന്ദർഭം മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച ഒരു നേരുകൂടിയാണ്. ദൈവം ഇപ്പോഴും നമുക്ക് മുമ്പിൽ പ്രത്യക്ഷനാകുന്നുണ്ട്. എന്നാൽ അവൻ്റെ വരവിനെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പം മറ്റൊന്നായതുകൊണ്ട് നമുക്കവനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്ന് മാത്രം. മനുഷ്യന് കാണപ്പെട്ട ദൈവം എന്നതാണ് ക്രിസ്തുമസിൻ്റെ സന്തോഷം. പക്ഷേ നമ്മൾ കാണാതെ പോയ ദൈവം എന്നതാണ് ക്രിസ്തുമസിൻ്റെ സങ്കടം. അതിപ്രസിദ്ധനായ ജോഷുവ ബെൽ ഒരു സാധാരണ തെരുവ് ഗായകനെ പോലെ നിന്നിട്ടും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ആ മനുഷ്യനെ പോലെയുള്ളവരെ നോക്കി മാലാഖമാർ പാടുന്നു, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇവിടെ പറയുന്ന ദൈവകൃപ കുറച്ചു പേർക്ക് മാത്രമായി ദൈവം നൽകിയ പ്രത്യേക അനുഗ്രഹത്തിൻ്റെ പേരല്ല, മറിച്ച്
ദൈവിക സാന്നിധ്യം തിരിച്ചറിയാനുള്ള ശ്രദ്ധയോടെയും തുറവിയോടെയും ജീവിക്കുന്ന മനുഷ്യർക്കുള്ള ഒരു വാഴ്ത്താണ്. ദൈവകൃപ എന്നാൽ അസാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള വരമല്ല, മറിച്ച് ജീവിതത്തിൽ കൂട്ടുവരുന്ന ദൈവത്തെ തിരിച്ചറിയാനുള്ള തെളിമയുള്ള കാഴ്ചയുടെ പേരാണ്. തിരുപ്പിറവിയുടെ ആഘോഷത്തിന് നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം അതാണ്: ജീവിതത്തിൻ്റെ തെരുവിൽ പലയിടത്തായി എനിക്കു വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? മാലാഖമാർ സൂചിപ്പിച്ച ദൈവകൃപ ലഭിച്ചവരിൽ ഞാനും ഉണ്ടാകുമോ? പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കാത്തു നിൽക്കുന്ന നിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനും അതിൽ സന്തോഷിക്കാനും എനിക്ക് കഴിയണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.